നമ്മുടെ മഞ്ചേരിക്കുളം വാഴ 2 മാസം പൂർത്തിയായി. ഇത് ഞാൻ പറഞ്ഞതാണ്. നേരത്തെ നട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ കോഴിവളം, ഫാമിലെ കോഴിവളം ചേർത്തു. അതിനുശേഷം 20 ദിവസം കഴിഞ്ഞിട്ട് 1-ാം വളം ചേർത്ത്, രാസവളം. അതൊരു 200-250 ഗ്രാമാണ് ചേർത്തത്. ഒരു യൂറിയ, ഒരു പൊട്ടാഷ്, ഒരു രാജ്ഫോസ്, 3 കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 70-80 ഗ്രാം ഓരോന്നും വെച്ചിട്ടാണ് കൊടുത്തത്. വളം കൊടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഇനി നമ്മളൊരു ചെറിയ ഫാമിലെ കോഴിവളം ഒന്നുകൂടെ കൊടുക്കുകയാണ്. ഈ ഫാമിലെ കോഴിവളം കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല കരുത്ത് കിട്ടും. ഒന്നും കൂടെ നല്ല രീതിയിൽ ചേർക്കണ്ട. ഒരു 1 കിലോ അല്ലെങ്കിൽ 3 പിടി ഒക്കെ മതി. അപ്പോൾ അതിന് ശേഷം ഈ പുല്ലൊന്ന് ചെത്തിക്കൂട്ടും ചെയ്യുക. അപ്പോൾ ഒരു 3 പിടി നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. അതങ്ങനെ പരത്തി അങ്ങോട്ട് ഇട്ടാൽ മതി. ഇത് കഴിഞ്ഞ് ഇനി 2 ആഴ്ച കഴിയുമ്പോൾ അപ്പോൾ ഒരു 1-ാം രാസവളം കഴിഞ്ഞ് 1 മാസമാവും. അപ്പോൾ വീണ്ടും രാസവളം ചെയ്യാം. വാഴയെല്ലാം വലിയ കുഴപ്പമില്ലാതെ, ഇലകരിച്ചിലൊന്നും ഇല്ലാതെ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ 3-ാം മാസത്തിൽ കിടക്കുമ്പോൾ 4ലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇലകരിച്ചിൽ വരിക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കൊരു ഫംഗിസൈഡ് കൊടുക്കേണ്ടതുണ്ട്. അത് അടുത്ത ആഴ്ച കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ കോഴിവളം ചേർത്തതിന് ശേഷം ആ പുല്ലൊന്ന് ചെത്തിച്ചണക്കി മുരട്ടിലോട്ടിട്ടു. ഇനിയിപ്പോൾ കോഴിവളം മൂടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ നനയ്ക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ചാലിലൊക്കെ വെള്ളമുണ്ട്. വയലാണ്. വയലിൽ കപ്പ എടുത്ത തറയുടെ മുകളിലാണ് നമ്മൾ വാഴ വെച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ നനക്കൊന്നും വേണ്ട. വെള്ളമില്ലാത്തൊരു സമയമാണെങ്കിൽ, അങ്ങനത്തെ ഏരിയ ആണെങ്കിൽ നനക്കേണ്ടി വരും. ഇപ്പോൾ വയലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മുടെ ആ ഇലൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി മൊത്തത്തിൽ വാഴ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഇതിപ്പോൾ ഒരു 250 വാഴയ്ക്ക് ആകെ 10 ചാക്ക് കോഴിവളം മതി. 10 ചാക്ക് ഫാമിലെ കോഴിവളത്തിന് 600 റുപ്യ. ഇനിയിപ്പോൾ വണ്ടിക്കൂലിയെല്ലാം കൂട്ടി 800 റുപ്യ ആവും. പിന്നെ ഒരു 2 ആളെ പണി. പുല്ല് ചെത്തി കൂട്ടി എപ്പോഴും മരുന്നടിക്കേണ്ടെന്ന് വിചാരിച്ച് പുല്ല് ചെത്തി കൂട്ടിയാൽ മതി. എല്ലാ സമയവും മരുന്നടിക്കുമ്പോൾ, കളനാശിനി അടിക്കുമ്പോൾ വാഴയുടെ വളർച്ചയ്ക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ പുല്ല് ചെത്തി കൂട്ടി വെച്ചാൽ മതി. ആ വളം അങ്ങ് മൂടും ചെയ്യും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇപ്പോഴത്തെ വാഴയുടെ അവസ്ഥ. താങ്ക് യു.